സിനിമാ മേഖലയിലെ സംഘടനകളോടുള്ള വിശ്വാസം നഷ്ടമായതായി നടി ബിൻസി അലോഷ്യസ്. പൊന്നാനിയിലെ വീട്ടിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അവർ. സിനിമാ സെറ്റിലെ ദുരനുഭവത്തെക്കുറിച്ച് രഹസ്യമായാണ് ഒരു സംഘടനയിൽ പരാതി നൽകിയത്. എന്നാൽ അത് പരസ്യമാക്കിയതും നടന്റെ പേര് വെളിപ്പെടുത്തിയതും വളരെ മോശമായി പോയി. തനിക്കുണ്ടായ അനുഭവം രഹസ്യമായാണ് പരാതിപ്പെട്ടത്. നടന്റെ പേരടക്കം വെളിപ്പെടുത്തിയതോടെ താൻ മാനസിക സംഘർഷത്തിലായി എന്നും സംഘടനകളോടുള്ള വിശ്വാസം നഷ്ടമായെന്നും ബിൻസി പറഞ്ഞു. താൻ നൽകിയ പരാതി പിൻവലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. തന്റെ പരാതി പുറത്തുവിട്ടവർ തന്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയെന്നും ബിൻസി പ്രതികരിച്ചു. അതേസമയം ഹോട്ടലിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ ഡാൻസ് ഓഫ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നിരുന്നു. ഇതിനിടെയാണ് ഇന്നലെ രാത്രി ഷൈൻ ടോം ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയത്. ബുധനാഴ്ച രാത്രി 10:58 ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിൽ പരിശോധന നടത്തിയത്. 5ലധികം പോലീസുകാർ അടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. കൊച്ചി നാർക്കോട്ടിക്സ് SP-യുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന നടത്തിയത്. മുറിയിൽ പരിശോധന നടത്തുന്നതിനിടെ ജനൽ വഴി താഴേക്കിറങ്ങിയ ഷൈൻ റിസപ്ഷൻ വഴി ഓടി രക്ഷപ്പെടുന്നതാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. ഡാൻസ് ഓഫ് പരിശോധനയിൽ നടന്റെ മുറിയിൽ നിന്ന് ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ കണ്ടെത്തിയെന്നാണ് വിവരം. ഈ സംഭവത്തിൽ ഷൈൻ ടോം ചാക്കോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേക്കും. അതിനിടെയാണ് ബിൻസിയുടെ പരാതിയിലുള്ള നടൻ ഷൈനാണ് എന്ന കാര്യവും വ്യക്തമായിരിക്കുന്നത്. അടുത്തിടെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് ലഹരി കേസുമായി ബന്ധപ്പെട്ടും ഷൈൻ ടോം ചാക്കോയുടെ പേര് പറഞ്ഞ് കേട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം ഷൈൻ ടോം ചാക്കോ നിഷേധിച്ചിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 2015 കൊക്കൈൻ കേസിൽ ഈ വർഷം ഫെബ്രുവരിയിലാണ് ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനായത്. സംവിധായകൻ കമലിന്റെ അസിസ്റ്റന്റായി സിനിമയിലെത്തിയതാണ് ഷൈന്. പിന്നീട് ചെറിയ വേഷങ്ങളിലൂടെ നായകനിരയിലേക്ക് ഉയർന്നു. അതേസമയം പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി കൊച്ചി എക്സൈസ് ബിൻസി അലോഷ്യസിൽ നിന്നും വിവരങ്ങൾ തേടും. പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുത്ത് അന്വേഷണം നടത്തുകയുള്ളൂ. അതിനിടെ കൊച്ചിയിലെ ഹോട്ടലിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. ബിൻസിയിൽ നിന്ന് വിവരം ശേഖരിക്കാനും തുടരന്വേഷണം നടത്താനും എക്സൈസ് വകുപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട്. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ മോശമായി പെരുമാറിയെന്നാണ് ബിൻസിയുടെ പരാതി. എന്നാൽ ബിൻസി പേരും വിവരങ്ങളും മറ്റും സിനിമയുടെ പേരും പുറത്തുവിട്ടിരുന്നില്ല. സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായി ബിൻസി പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതാണ് എക്സൈസ് അന്വേഷിക്കുക. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.